എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അനിയോട്. നന്ദു ചോദിക്കുന്നുണ്ട്, അന്ന് നിന്നോട് നവീനേട്ടൻ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ, അതാവുമ്പം എങ്ങനെയെങ്കിലും നമുക്കത് മുളയിലെ നുള്ളിക്കളയായിരുന്നു, ഇത് ഇത്രത്തോളം വളരില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താടാ ചെയ്യേണ്ടത്, നീ എന്തിനാ അതിനോട് മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനി പറയുവാണ്, എടി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, നീ ഇനി അതിൻ്റെ പേരിൽ എന്നോട് പിണങ്ങല്ലേ എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇങ്ങനൊരു പൊട്ടൻ നിന്നെ എങ്ങനെയാണ് ഞാൻ സ്നേഹിച്ചത്, അതാ എനിക്കിപ്പോൾ സംശയം തോന്നുന്നത്. എത്ര പറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാകുകയില്ല അവന്. ഇത് ഇത്രത്തോളം എത്തിക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിപ്പം നവീനേട്ടൻ ഈ കാര്യങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഈ കാര്യമായിട്ട് മുന്നോട്ട് പോകും. അവർക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കും. അച്ഛനും അമ്മയും ആദർശേട്ടനും നയനേടത്തിയും എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകും. എനിക്കും അതിനെ എതിർക്കുന്നതിന് ചില പരിമിതികളുണ്ട് എന്ന് പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. പിന്നെ ഞാൻ എന്താ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആകെ വിഷമമാണ് എനിക്ക്. എടി നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമാകും എന്ന് പറയുമ്പോൾ, നിനക്ക് വിഷമാകട്ടെ എന്ന് പറഞ്ഞ് നല്ല ദേഷ്യത്തിലാണ് നന്ദു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗോവിന്ദൻ വിളിക്കുന്നുണ്ട് നന്ദുവിനെ. ഫോൺ എടുത്ത് നോക്കിയിട്ട് നന്ദു പറയുന്നുണ്ട്, അച്ഛനെ വിളിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ 2-3 തവണ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. നവനേട്ടൻ ഉറപ്പായിട്ടും ഈ കാര്യം വീട്ടിൽ പോയി പറഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും അവർ വിളിക്കുന്നത്. ഇനി ഞാൻ എന്നെ നാടാ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പം നന്ദുവിനോട് അനി പറയുവാണ്, എങ്കിലൊരു കാര്യം ചെയ്യേ, നീ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയതല്ലേ, ആ പിണക്കം കുറച്ച് നാൾ മുന്നോട്ട് കൊണ്ടോ എന്ന് പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. എത്ര ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കും പിണങ്ങി, അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നാൽ എന്ത് ചെയ്യും, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അനി എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കുവാണ് രണ്ടുപേരും കൂടി. ഇതിനിടയ്ക്ക് നന്ദു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നീ പേടിച്ചതുപോലെയൊക്കെ സംഭവിക്കുമെന്ന്. അന്നേരം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു എസ് ഐ ആണെന്ന് ഓർക്കുകയില്ല, ഞാനിത് ഈ വഴി വെച്ച് നിന്നെ ഞാൻ ഞെക്കിക്കൊല്ലും എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിക്കുവാണേ, എന്നാൽ നീ ഞെക്കിക്കൊല്ലണം, അത് ഇതിലും ഭേദം നോക്കി നന്ദുവും പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഇതെല്ലാം വരുത്തി വെച്ച് നീ ഒറ്റ ഒരുത്തനാണ്, നീ എന്നെ ചതിച്ചത്. ഇത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ നവീനോടിനോട് ഇത്രയും കൂടില്ലായിരുന്നു, ഒരു ഗ്യാപ്പ് ഇട്ടേനെ. അതിനും നീ എനിക്ക് അവസരം തന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അനി പിന്നെയും പറയും, എടി നീ ഇനി അത് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കല്ലേ, നീ എന്നോട് പിണങ്ങല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ എന്നൊക്കെ ചോദിച്ച് അനി പിന്നെയും സങ്കടപ്പെടുവാണ്. സ്റ്റേഷനിൽ ASIക്കും കോൺസ്റ്റബിൾസിനും ഒക്കെ ഇത്രയും ആശ്വാസം കിട്ടിയിരിക്കുന്ന സമയമാണ്. നന്ദു ഉണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ജോലി കൊടുക്കും. ഇതിപ്പം നന്ദു ഇല്ലാത്തത് കൊണ്ട് ഇത്തിരി റിലാക്സ് ആയിരിക്കുവാണ്, അതങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നവീൻ ചെല്ലുന്നത്. നവീൻ എന്ത് SI ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, SI സാർ ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കുക എന്ന് പറയും. എവിടെ പോയതാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പം, അല്ല ജോലിയിലില്ലാണ്ട് കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് ആ അനന്തപുരിയിലെ പയ്യൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറയുക. അന്നേരം ആര്, അനിയുടെ കൂടെയോ എന്ന് ചോദിക്കും നവീൻ. അന്നേരം അതെ, അത് സാറിന് അറിയത്തില്ലേ, അവരെപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട്, അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടവുമാണ് എന്ന് പറയുമ്പോൾ, അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതിനപ്പുറം ഒന്നും ഇല്ല എന്ന് പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം സാറിനോട് തുറന്നു പറയാം, പക്ഷേ ഇതൊന്നും നന്ദു സാറിനോട് പോയി പറഞ്ഞേക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാപ്പകൽ എന്നെ ഇവിടെ ഡ്യൂട്ടിക്കിടും, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പറയില്ലെങ്കിൽ പറയാമെന്ന് പറയും. അന്നേരം നവീൻ പറയും, ഞാൻ ആരോടും പോയി പറയാനൊന്നും പോകുന്നില്ല, പിന്നെ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അവരുടെ സുഹൃത്തായിരിക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് പറ എന്ന് പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ഡ്യൂട്ടിയിലല്ലാത്ത സമയം മേഡം പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെ കൂടെ കറങ്ങാനാണ്. മേഡം ആരുടെ മുന്നിലെങ്കിലും തല കുനിക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഇത്തിരി ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അത് ആ പയ്യനോട് മാത്രമാണ്. വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചതിന് ഒരു ദിവസം അറസ്റ്റ് ചെയ്തു ഇവിടെ കൊണ്ടുവന്നു. അന്നേരം ആ പയ്യന് ഭയങ്കര സന്തോഷം, കാരണം ഇവിടെ നന്ദു മേഡം ഉണ്ടല്ലോ, മേഡത്തെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മേഡവും 2-3 ദിവസമായിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. അവിടെ ഒരു നിശ്ചയം നടക്കുമല്ലായിരുന്നു അനന്തപുരിയിൽ, ആ ചെറുക്കൻ്റെ, അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു. ഞങ്ങളോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുമായിരുന്നു. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ നിശ്ചയത്തിൻ്റെ കാര്യം അറിഞ്ഞത്. പിന്നെ അതങ്ങ് മുടങ്ങിപ്പോയപ്പോഴാണ് ചെറിയ ആശ്വാസം മേഡത്തിനും ആയത് എന്നൊക്കെ പറയുമ്പോഴും നവീൻ പറയും, നിങ്ങൾക്കത് തോന്നുന്നതാണ്, അല്ലാതെ അതിനപ്പുറം അവർ തമ്മിലൊരു ബന്ധമൊന്നുമില്ല, നല്ല ഫ്രണ്ട്ഷിപ്പ് അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതൊന്നുമല്ല, ഞങ്ങൾ കാണുന്നതല്ലേ, ഓരോരുത്തരുടെ സംസാരവും രീതിയും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്കറിയാലോ, പിന്നെ സാറേ ഇത് പറഞ്ഞു കൊടുത്തേക്കരുത് കേട്ടോ എന്നും പറയും. അറിയില്ല, ഞാൻ അങ്ങനെ പറയുന്നൊന്നുമില്ല, എനിക്കങ്ങനെ പറയേണ്ട കാര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോയി കഴിയുമ്പം അങ്ങേര് പറയുന്നുണ്ട്, ഇയാൾക്കും നന്ദു മേഡത്തിനോട് ചെറിയ താല്പര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെല്ലാം ഇയാൾ ഇങ്ങനെ എതിർക്കുകയല്ലോ എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് പോന്നു കഴിയുമ്പോൾ ആകെ ടെൻഷനാണ് നവീനെ. ഈ സമയം കനക വീട്ടിൽ ഭയങ്കര വിഷമത്തിലാണ്. നന്ദു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവളെ അങ്ങനെ പിണക്കി വിടണ്ടായിരുന്നു, അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു വരുമായിരുന്നെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഗോവിന്ദൻ പറയും, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്, നീ പറഞ്ഞാൽ അവൾക്കൊരു സീരിയസ്നെസ് കിട്ടില്ല എന്നും ഞാൻ ഇതിരി കടുപ്പിച്ച് പറയണമെന്നും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെ സംസാരിച്ചത്, അതിൻ്റെ പേരിലല്ലേ അവൾ പിണങ്ങിപ്പോയത്, ഇനിയിപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ലല്ലോ, എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം കനക പറയുക,
ഞാൻ ആലോചിക്കുമായിരുന്നേ, അവളോട് നവീൻ ഈ കാര്യം പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. ആ സ്ഥിതിക്ക് അവർ തമ്മിൽ നേരത്തെ തൊട്ടേ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലോ, അങ്ങനെയായിരുന്നെങ്കിൽ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യം നടക്കും. അവൾ സ്നേഹിക്കുന്ന പുരുഷനെ തന്നെ വിവാഹം കഴിക്കുമെന്നല്ലേ ജ്യോത്സ്യൻ പറയുന്നത്. ഇനിയിപ്പം നവീനും അവളും തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഇപ്പം ജ്യോത്സ്യൻ പറഞ്ഞ പോലെ നടക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്നൊക്കെ പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് നേരാണ്. പക്ഷേ നവീൻ അങ്ങനെ അവളോട് തുറന്ന് പറഞ്ഞപ്പം അവർ തമ്മിൽ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അവൾക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ, പിന്നെ ഇങ്ങോട്ട് വരണ്ടേ. പക്ഷേ ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ, നീ ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കാൻ പറയും. അങ്ങനെ കനക പിന്നെയും വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അന്നേരം അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കോ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇതിനോട് വലിയ താല്പര്യം കാണില്ല, അതായിരിക്കും. പക്ഷെ അവളുടെ താല്പര്യമൊന്നും നോക്കണ്ട, എനിക്ക് ഈ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എങ്ങനെയെങ്കിലും വിവാഹം നടക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, നവീൻ്റെ അമ്മയ്ക്ക് തൻ്റെടികളായ പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നാ പറയുന്നത്. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ നമുക്ക് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുകയൊന്നും വേണ്ട. രണ്ട് വീട്ടുകാർക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് ഈ വിവാഹം നടത്താൻ മതിയിട്ടോ എന്ന് കനകയോട് പറയുമ്പം കനക പറയുന്നുണ്ട്, അത് അത്രയേ ഉള്ളൂ ഗോവിന്ദേട്ടാ. ഏതായാലും എൻ്റെ 2 മക്കളെ കെട്ടിച്ചു വിട്ടത് അനന്തപുരിയിലേക്കാണ്. അവിടെ ചെന്നിട്ട് തലയുയർത്തി പിടിച്ച് നിൽക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ ഇനിയും നന്ദുവിനെ വിവാഹം കഴിപ്പിച്ചു വിട്ടിട്ടും ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നുണ്ട് കനകയും ഗോവിന്ദനും. ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നവീൻ ആകെ ടെൻഷനായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്നും പോകുന്ന ഹോട്ടലിലോട്ട് ചെല്ലുവാണ് നവീൻ. എന്നിട്ട് അവിടുത്തെ മാനേജറോട് ചോദിക്കും നന്ദുവിനെ പറ്റി അനിയെ പറ്റിയൊക്കെ. അയാൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, അവരെന്നും അവിടെയാണല്ലോ പോകുന്നത്. അതുപോലെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ബീച്ചിൽ കേക്ക് അറേഞ്ച് ചെയ്തതൊക്കെ ഈ ഹോട്ടലിലുള്ളവരാണ്. അപ്പോൾ അങ്ങേരോട് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം അവരുടെ രീതികളൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ആ മേഡത്തിന് ജോലി കിട്ടുന്നതിന് മുമ്പേ അവരിവിടെ ഫ്രണ്ട്സുമായിട്ട് വരാറുണ്ടായിരുന്നു. അതുപോലെ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ബീച്ചിൽ കേക്ക് സെറ്റ് ചെയ്തത് മേഡത്തിന് വേണ്ടി കേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അനി സാറ്, ഞങ്ങളാണ് അത് ചെയ്തത്. പിന്നെ എന്തുകൊണ്ടോ മേഡം അന്ന് താമസിച്ചാണ് വന്നത്. അന്ന് പിണങ്ങിപ്പോയി അനി സാറ്. കുറേ കഴിഞ്ഞ് നന്ദു മേഡം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. നന്ദു മേഡത്തിന് അന്ന് ഭയങ്കര വിഷമമാവുകയൊക്കെ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അന്നേരം നവീൻ ഒരു സംശയം, ഇനിയിപ്പോൾ നമ്മളുടെ തോന്നലാണോ, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് ആണും പെണ്ണും വരാറുണ്ട്. അവരുടെ പ്രവൃത്തിയും രീതിയും സംസാരവും ഒക്കെ കാണുമ്പോൾ അവർ തമ്മിൽ സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പാണോ അതോ സ്നേഹത്തിലാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ എന്നും കാണുന്നതല്ലേ. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ 99% മേഡവും ആ ആളും അനിയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇതൊന്നും സാർ അവരോട് പോയി പറഞ്ഞേക്കരുത് കേട്ടോ, ഞങ്ങൾ പറഞ്ഞെന്ന് എന്ന് പറയും. അന്നേരം നവീൻ പറയും, അങ്ങനെയൊന്നുമില്ല, എൻ്റെയും കൂട്ടുകാരല്ലേ അവർ, ചുമ്മാ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നവീൻ അവിടുന്ന് ഇങ്ങ് പോരുന്നു. നവീൻ ആകെ ടെൻഷനിലാണേ. അവിടുന്ന് പോരുമ്പോഴും നവീൻ്റെ മനസ്സിൽ ഇവരുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പോവുക. അന്നേരം നവീൻ ഓർക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു ഇത്, ഇടയ്ക്കൊരു സംശയം തോന്നിയതാണ്, പക്ഷെ അതിൻ്റെ പുറകെ പോയില്ല. ഇനി ഇതിൻ്റെ പുറകെ പോയേ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് എനിക്കിനിയും അറിയണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അന്നേരം കറക്റ്റ് നവീൻ്റെ വണ്ടി ക്രോസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കയറി പോവുകയാണ് അനിയയുടെ ബൈക്കിൻ്റെ പുറകിൽ നന്ദു ഇരിക്കുന്നുണ്ട്. ഇത് നവീൻ കാണുന്നുണ്ട്. നവീന് പിന്നെ ആകെ ടെൻഷൻ ആകുന്നുണ്ട്. നവീൻ അവരുടെ പുറകെ പോവുകയാണേ. ഇവർ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ നടന്ന് സംസാരിക്കുന്നു. അന്നേരം നന്ദു പറയുന്നുണ്ട്, എടാ ആളൊഴിഞ്ഞൊരു സ്ഥലത്തിരിക്കാം, ഞാനൊരു SI ആണെന്നുള്ള കാര്യം നിനക്ക് ബോധമില്ലെങ്കിലും എനിക്ക് ബോധം വേണമല്ലോ എന്ന് പറയും. അന്നേരം അനി ചോദിക്കും, അതെന്താ SI ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ പുറത്ത് പോയിക്കൂടെ എന്ന്. അന്നേരം ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ പുറത്ത് പോകാം, പക്ഷേ ഈ രീതിയിൽ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്നൊക്കെ പറയുന്നു. അന്നേരവും നന്ദു പറയുന്നുണ്ട്, എന്നാലും നീ എന്നോട് ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോടാ. വീട്ടിൽ അച്ഛനും അമ്മയും ഇപ്പം ഈ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. അവരോട് നവീനേട്ടൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. നീ ഒറ്റ ഒരുത്തന്നെ ഇതിനെല്ലാം കാരണം എന്ന് പറയുമ്പോൾ, എടി ഇനിയും നീ അതങ്ങനെ പറയല്ലേ, എനിക്കറിയാമായിരുന്നു ഒരിടയ്ക്ക് നീയും നവീനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്ന്. അവനോട് നിനക്ക് നല്ല മതിപ്പും ഉണ്ടായിരുന്നു. ആ സ്ഥിതിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സ് മാറിയാലോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, നീ കൊള്ളാലോടാ എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും നീ മാറില്ല എന്ന് എനിക്കറിയാമായിരുന്നു, എങ്കിലും എനിക്കൊരു നെഞ്ചിടിപ്പായിരുന്നു എന്ന് പറയും. അന്നേരം നീ എന്നെ അത്രയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് പിന്നെ അവരവിടെ ഇരുന്ന് സംസാരിക്കുക. അന്നേരം നന്ദു ചിരിച്ചുകൊണ്ട് പറയുക, എനിക്കിപ്പോഴാണ് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ഞാനും നവീനേട്ടനും തമ്മിൽ കണ്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ നീ ഇതുകൊണ്ടായാലേ എന്നോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സത്യമായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടു എന്നോ പുറത്ത് പോയി
പോയി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആകെ നെഞ്ചിടിപ്പായിരുന്നു, അതായിരുന്നു കാര്യം എന്ന് പറയുന്നു. അന്നേരം എന്നാലും നീ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയില്ലോടാ, എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം അനി പറയുന്നുണ്ട് എങ്ങോട്ടേലും നമുക്കൊരു വള്ളം എടുത്ത് അങ്ങ് രക്ഷപ്പെട്ടാലോ എന്ന്. അന്നേരം അനിയോട് നന്ദു പറയുവാണ്, അടാ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാലും നീ വെള്ളത്തിൽ മുങ്ങി ചാകത്തേ ഉള്ളൂ, അന്നേരം രക്ഷിക്കാൻ ഞാൻ തന്നെ കാണത്തുള്ളൂ എന്ന്. അവരിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നവീൻ വരുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണുന്നു. ആകെ വിഷമാവുന്നു നവീന്. ഇനിയിപ്പം നന്ദുവും അനിയും നവീനെ കാണണ്ട എന്ന് കരുതി നേരെ കാറ് കയറി പോകുന്നുണ്ട്. ഈ സമയം നവീൻ്റെ വീട്ടിൽ ഈ വിവാഹാലോചനയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുവാണ്. അന്നേരം അവിടുത്തെ അവരുടെ കാര്യസ്ഥനുണ്ടല്ലോ, അങ്ങേര് പറയുന്നുണ്ട് സാറിൻ്റെ മനസ്സിലുള്ള ആ പോലീസ് ഓഫീസർ ആ കനകയുടെ മകൾ നന്ദു ആണെന്നാണ് തോന്നുന്നത്. അവരെപ്പറ്റി പറയുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടത്തോടെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കേൾക്കുന്ന നവീൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയല്ലേ. പിന്നെ ആ പെണ്ണിനെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, അവൾ ഇതിനു മുമ്പ് കാട്ടിക്കൂട്ടിയ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന് തൊട്ടേ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല, ഇനി അവളാണ് അവൻ്റെ മനസ്സിലെങ്കിൽ ഈ വിവാഹം നടക്കത്തുമില്ല എന്ന് നവീൻ്റെ അമ്മ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവിടുത്തെ മൂത്ത കുട്ടികളെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിച്ച് വിട്ടേക്കുന്നത് അനന്തപുരിയിലേക്കാണ്, ആ നയനെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നീ കേൾക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട് നയനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഞാൻ കേട്ടു, അതോടൊപ്പം തന്നെ അവളുടെ ഒരു ചേച്ചി ഉണ്ടല്ലോ നവ്യ, അവളെക്കുറിച്ചുള്ളതും ഞാൻ കേൾക്കാറുണ്ട്, അതുകൊണ്ട് എനിക്കിതിൻ്റെ അകത്ത് താല്പര്യമില്ല, ഒരു വീട്ടിലെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കുകയില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നവീൻ വരും. നവീൻ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടാണ് കയറി വന്നെ. എന്നിട്ട് ആരോടും ഒന്നും മിണ്ടാതെ അങ്ങ് പോകാൻ തുടങ്ങുമ്പം മുത്തശ്ശൻ പറയുവാണ്, എടാ നീ ഒന്ന് നിൻ്റെ വിവാഹത്തിൻ്റെ കാര്യമാണ് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. എന്നിട്ട് പറയും, നിൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി കനകയുടെ മോള് നന്ദു ആണോ, അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കുണ്ട് എന്നിങ്ങനെ പറയുമ്പം നവീൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ കുഴപ്പമെന്ന്. അന്തേയും നവീൻ്റെ അമ്മ അങ്ങ് ചാടി എഴുന്നേക്കും. എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ട്, അവളാണ് നിൻ്റെ മനസ്സിലെങ്കിൽ ആ വിവാഹം നടക്കത്തില്ല, എനിക്കതിന് താല്പര്യമില്ല എന്നിങ്ങനെ പറയുന്നു. അന്നേരം ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്ന നവീനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.